ഒന്നര കുഴപ്പമില്ല. 1.5 കിട്ടിയാൽ കൊള്ളാം. ആ പേപ്പറെല്ലാം കറണ്ടല്ലേ? ആ പാച്ച് വർക്ക് നോക്കണ്ട. പാച്ച് വർക്ക് നമുക്ക് എടുത്തിട്ട് നൈസായിട്ടൊക്കെ ചെയ്യാം. നമ്മളെ മറ്റേ നൗഷാദിൻ്റെ വർക്ക്ഷോപ്പിൽ കൊടുത്താൽ ചെയ്തു തരും. ആ നീ വിടരുത്. 1.5 രൂപയ്ക്ക് കിട്ടിയാൽ എങ്ങനെ പോയാലും നമുക്ക് 2.5 രൂപ ചോദിക്കാതെ 2.5 രൂപയ്ക്ക് 2.25 2.25 നാളെ പോയിട്ട് 2 രൂപ കണ്ണടച്ച് വയ്ക്കും. എൻ്റെ പൈസ ഇത്തിരി വരാൻ ഉണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, നീ മറിക്കുമ്പോൾ എൻ്റെ കൂടെ ചേർത്ത് മറിക്കടേ എന്ന് പറയില്ല എളിയാ. ഇങ്ങനെയൊക്കെയല്ലേ സഹായിക്കാൻ. പാർട്ടി എന്തെങ്കിലും ഉണ്ട് വേറെ? ഇപ്പം നമുക്ക് എടുത്ത ഉടനെ തന്നെ മറിച്ചടിക്കാനുള്ള പാർട്ടി എന്തെങ്കിലും ഉണ്ട്? ആ ശരി നീ നോക്ക്. ടോക്കൺ കൊടുക്കാൻ പറ്റുമോ? ടോക്കൺ കൊടുക്ക്. ആ ഓക്കെടാ, ഞാൻ വരാം. മോളെ നിങ്ങൾ വന്നേടി. ഞാൻ ഇവിടെ ഇരിക്കല്ലേ ഡാഡി. ഞാൻ നിന്നെ അല്ലടി വിളിച്ചത്. ഞാൻ തങ്കം നീ വന്നേടി. എന്തുവാ? ഞാൻ ഇവിടെ അരിയുവാ. വന്നിട്ട് പോ, ഒരു അത്യാവശ്യം. ചായ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും, ഞാൻ അതൊന്ന് ഉണ്ടാക്കട്ടെ. ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ നിന്റെ കെട്ടിയല്ലോ, ഞാനല്ലേ വിളിക്കണം. നിനക്കൊന്നും ഇങ്ങോട്ട് വന്നൂടെ? പേടി എനിക്ക് വിളിക്കുമ്പോ. ജീവിതത്തിലെ എന്തെങ്കിലും ഒരു നല്ല കാര്യമൊക്കെ അത് ഉടനെ തന്നെ ഭാര്യയായിട്ട് പങ്കിടണമെന്നുള്ളതാണ്. അതെ, ഉടനെ തന്നെ ഒരു വലിയ സംഭവം വരാൻ പോവുകയാണ്. നമുക്ക് ഗുണമുള്ളൊരു വലിയ സംഭവം. എൻ്റെ ക്ലീറ്റോ ഇങ്ങനെ വലിയ സംഭവം വരാൻ പോണെന്ന് പറയുമ്പോൾ വലിയ എന്തോ ദുരന്തം വരാൻ പോണ പോലെ എനിക്ക് തോന്നുന്നത്. അയ്യോ ദേ തുടങ്ങി. അതിപ്പം എല്ലാവരുടെ ജീവിതത്തിലും കുറേ ദുരന്തങ്ങളൊക്കെ വന്നങ്ങ് പോവും. നമ്മളങ്ങനെ കുറേ ദുരന്തങ്ങൾ വന്നു പോയി. ഇനിയിപ്പം നമ്മുടെ നല്ലത് വരാൻ പോവാണ്. അതിൻ്റെ സൂചനയാണ് ഇപ്പം വന്ന ഫോൺ കോൾ. ആര് വിളിച്ചു? നമ്മുടെ അൻസാറില്ലേ, അവൻ ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ. എന്തിന്? കണ്ണ് അടച്ചോണ്ട് നമുക്കൊരു 75,000 രൂപ നമ്മുടെ പോക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. നല്ല കോളാ. ഇത് തന്നെയല്ലേ ക്ലീറ്റോ വെളിച്ചെണ്ണ കച്ചവടം തുടങ്ങിയപ്പോഴും പറഞ്ഞത്? വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത മേഖല. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെന്ന് ചാടിപ്പോയി, അതങ്ങനെ കഴിഞ്ഞു. ഇനി ആ ദുരന്തം ഓർമ്മിപ്പിക്കല്ലേ. ഇനിയിപ്പോൾ ഒരു നല്ല കാര്യം വരാൻ പോകുമ്പോൾ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയല്ലേ വണ്ടി കച്ചവടം. ഓ ബെസ്റ്റ്. വണ്ടി കച്ചവടത്തിന് ഞാൻ എന്ത് ചെയ്യാൻ? എന്നെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ നിൽക്ക്. വണ്ടി കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ സാധാരണ ചെറിയ വണ്ടിയല്ലേ ഇവിടെ എടുത്തുകൊണ്ട് കച്ചവടം ചെയ്യണമെന്ന് നീ കണ്ടിട്ടുള്ളൂ. ഇതൊരു വലിയ വണ്ടിയാണ്. വലുതെന്ന് പറഞ്ഞാൽ തീവണ്ടിയോ? തമാശ പറയാളോ. ഇത് മറ്റേ ട്രാവലറില്ലേ, ടൂറൊക്കെ പോണ വണ്ടി ഉണ്ടല്ലോ, 14 സീറ്റിൻ്റെ ട്രാവലർ. ഒരു നല്ല വണ്ടി ഒതുങ്ങി കിടപ്പുണ്ട്. അത് ഇപ്പോൾ നമ്മൾ ഈ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഒന്നും അറിയാതെ ഒരു 75 രൂപ പോക്കറ്റിലേക്ക് വരും. അതായത് 1 രൂപ നമ്മൾ മുടക്കണം. അതിൽ എൻ്റെ വിഹിതമായ ഒരു 50 രൂപ മുടക്കിയാൽ മതി. നീ ആ 50 രൂപ എടുത്തോണ്ട് വന്നേ. തങ്കം നീ ഇങ്ങോട്ട് വന്നേ, പറയട്ടെ. തങ്കം ഇങ്ങോട്ട് വന്നേടി. വാ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് ഇങ്ങോട്ട് വന്നേ, ഇരിക്കട്ടെ. എടി, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോടല്ലാതെ പിന്നെ താഴെയുള്ള മറ്റേ സുമതി എടുത്തു പോയി പറയും. ക്ലീറ്റോ 50,000 രൂപ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ നിന്ന് തരും? ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല, പക്ഷേ പൈസ ഉള്ള ആൾക്കാർ ഇവിടെ വേറെ ഉണ്ടല്ലോ. കനകനല്ലേ, അവൻ്റെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടോ ക്ലീറ്റോ? കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ ക്ലീറ്റോ അവൻ ആകെ എണ്ണിച്ചുട്ടപ്പം പോലെ ഇത്തിരിക്കോളം പൈസ കിട്ടും. അതുകൊണ്ട് അവൻ എങ്ങനെ 50,000 രൂപ നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങൾ ഈ പറയണ ക്ലീറ്റോ? അതപ്പം അവൻ്റെ മാത്രം വേണ്ട, അമ്മയുണ്ട്, അമ്മാവനുണ്ട്, പിന്നെ പറഞ്ഞ പോലെ ജമന്തിയുടെ ഓർണമെന്റ്സ് ഒക്കെ വേണമെങ്കിൽ എടുത്ത പണയം വെച്ചാലേ ഉടനെ നമുക്ക് എടുത്ത് കൊടുക്കാതെ. നാണാവൂല്ലേ ക്ലീറ്റോ ഇങ്ങനെ എപ്പോഴും ചെന്ന് കാശ് ഇറക്കാൻ വേണ്ടി? നീ എന്താണ് വിവരമാരി അന്യരെടുത്ത് വർത്താനം പറയും പോലെ? കാരണം ഞാൻ ചോദിച്ചോട്ടെ, നീ കനകൻ്റെ പെങ്ങളല്ലേ നീ? ആ അമ്മയുടെ മോളല്ലേ നീ? ആ അമ്മ അവൻ്റെ മരുമോള്, ജമന്തിയുടെ നാത്തൂൻ. ഞാനോ നിന്നെ പൊന്നു പോലെ നോക്കുന്ന കെട്ടിയോ. അപ്പം എനിക്കൊരാവശ്യം വരുമ്പോൾ ഞാൻ ഇവരോടൊക്കെ അല്ലാതെ പിന്നെ പുറത്തുള്ള നാട്ടുകാരുടെ പോയി ചോദിക്കുമോ? നാട്ടുകാരുടെ ഇറക്കാൻ പറ്റുമോ? എന്നിട്ട് ചീത്തപ്പരാർക്ക് അവർക്കായിരിക്കും. അത് ചെയ്യണത് ഇഷ്ടമാണോ നിനക്ക്? പറ നീ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അവരെ കൊച്ചാക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ആ ഞാനിപ്പോൾ എന്താ വേണ്ടത് പറ. എൻ്റെ പൊന്നു മോള് അവിടെ പോയിട്ട്
എങ്ങനെയെങ്കിലും സംസാരിച്ചൊരു 50 രൂപ ഉടനെ നമുക്ക് തിരിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഈ കച്ചവടം അങ്ങോട്ട് നടന്നത് മിക്കവാറും ഒരു 4 ദിവസത്തിനുള്ളിൽ സംഭവം കച്ചവടം നടക്കും. ഇനി അഥവാ ഇത് കച്ചവടം നടന്നില്ലെങ്കിൽ പോലും ഈ വണ്ടിക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. 14 സീറ്റ് വണ്ടിക്ക് നല്ല ഡിമാൻഡുണ്ട്. നമ്മുടെ മറ്റേ ഗാനമേള നടത്തണ മറ്റവനുണ്ടല്ലോ സുനിച്ചൻ, അവൻ ഇന്നാൾ എന്നോട് പറഞ്ഞു അവർക്കൊരു വണ്ടി വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഗാനമേളയ്ക്ക് അവർക്ക് നല്ല പ്രോഗ്രാമുണ്ട്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഓട്ടം വിട്ടാൽ അതിൻ്റെ കാശ് കിട്ടും. ഇനിയിപ്പോൾ പോട്ട് വേറെ ബാലേറ്റർ പോട്ട് അവർക്കും കൊടുക്കാം. അവർക്കും വണ്ടി വേണമല്ലോ ഇതുപോലത്തെ. ഒരുമിച്ച് പരിപാടി വന്നാലോ? ഒരുമിച്ച് പരിപാടി വരുമ്പോഴേക്കും നമ്മൾ വേറൊരു വണ്ടി കൂടെ എടുക്കുമല്ലോ, എടുത്ത് അവർക്കും കൊടുക്കും ഒരു വണ്ടി. അപ്പോൾ നമ്മൾ 2 വണ്ടിയിലെ മുതലാളിയായില്ലേ? അപ്പോൾ ഇതിപ്പം സംഭവം ഇനി പോട്ടെ. ടൂറിനൊക്കെ പോയി ഏത് വണ്ടിയാണ് ആൾക്കാരിപ്പോൾ വിളിക്കുന്നത്? പിന്നെന്താ, കന്നിയോട്ടം നമ്മളെല്ലാവരും കൂടെ അങ്ങ് ടൂറ് പോകും. പിന്നെ മാവനെ കൂടെ കൂട്ടിക്കോ. എന്തായാലും അവരല്ലേ നമ്മളെ പൈസ തന്ന് സഹായിക്കണേ. ആപത്തിൽ സഹായിക്കുന്നവരെ നമ്മൾ കൈവടിയാൻ പാടില്ല. അപ്പോൾ അവരെയും കൂട്ടി നമുക്ക് എല്ലാവരും കൂടെ ജോളിയായിട്ട് ഒരു ഫസ്റ്റ് ട്രിപ്പ് ടൂറ് പോയി കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ വണ്ടി വിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ആയിട്ട് ബിസിനസ് നടത്തും. ഓട്ടവും ട്രാവൽസ് നമുക്ക് ബോർഡ് വെക്കാം. അതിൻ്റെ പൈസ ഇപ്പോൾ കൊടുക്കാൻ പറ്റും? അതിപ്പോൾ കച്ചവടം നടന്നു കഴിഞ്ഞാൽ. അല്ല, കൊടുക്കൂലെന്ന് നിങ്ങളത് ചെയ്യൂലെന്ന് അറിയാം. എന്നാലും ചോദിച്ചത് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോയെന്ന് അറിയാൻ. ഇതാണ് നിൻ്റെ കുഴപ്പം. എന്തേലും പറയാൻ നടക്കൂല എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതി അങ്ങ് മാറ്റണം തന്നെ. ഞാൻ ചോദിച്ചിട്ട് ഈ കാട്ടിൽ കിടക്കണ സിംഹം ഉണ്ടല്ലോ, അത് ഈ മുയലിൻ്റെ പിറകെ ഇങ്ങനെ ഓടും അതിനെ ഇര പിടിക്കാൻ. അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ അല്ല, പക്ഷേ അത് ശ്രമിക്കുകയാണ്. അത് ഇന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ശ്രമിക്കാതിരിക്കില്ല, നാളെ അത് ഇങ്ങനെ ശ്രമിക്കും, നാളെയും ശ്രമിക്കും, മറ്റന്നാൾ അത് ശ്രമിക്കാതിരുന്നല്ലോ പട്ടിണി നടന്നതിൻ്റെ ഊപ്പാട് വരും. അതുകൊണ്ട് എങ്ങനെ അത് ഇര പിടിക്കും? അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മുടെ ആവശ്യമാണ് എൻ്റെ ചക്കര കുട്ടി പോയിട്ട് സംസാരിച്ചിട്ട് 50 രൂപ മേടിച്ചോണ്ട് വാ. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു വലിയ വണ്ടി എടുത്ത് കച്ചവടം ചെയ്യണമെന്നും വലിയ വണ്ടിയുടെ മുതലാളിയാവണമെന്നൊക്കെയല്ല. അതുകൊണ്ടാണ്. ശരി, ഇതിപ്പോൾ ഞാൻ പോയി ചോദിക്കേണ്ട അവസ്ഥ അതാണല്ലോ. ഓ, ഇവിടെ കഴിക്കണുള്ളൂ. കഴിച്ച് നല്ല ഭംഗി പോലെ ഉണ്ടല്ലോ. ഈ സ്വഭാവം ഇനി മാറിയിട്ടില്ല. കൈയിട്ട് മതി തിന്നല്. എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഓ വേണ്ട. അയ്യോ ജമന്തി, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നാള് നമ്മൾ സംസാരിച്ചില്ലേ മറ്റേ ക്ലീറ്റോന്റെ കാര്യം. ക്ലീറ്റോയെ എന്ത് ചെയ്താലും പരാജയപ്പെട്ടു പോവാണല്ലോ. അതിപ്പോ എന്താന്ന് വെച്ചാലേ അതെ, അറിയാത്ത കാര്യം ഇങ്ങനെ ചെയ്യണോണ്ടാ ക്ലീറ്റോ ഇങ്ങനെ എപ്പോഴും പരാജയപ്പെട്ടു പോണതേ. ജമന്തി, അല്ല ഞാൻ എടുക്കാം. അറിയണ കാര്യമായിരുന്നെങ്കിലേ ക്ലീറ്റോ എല്ലാം ശരിയാക്കിയേനെ. ഇപ്പൊ നമ്മള് ഇപ്പൊ ആള് തെങ്ങ് കയറാൻ അറിയാത്ത ഒരാൾക്ക് തെങ്ങി കയറാൻ പറ്റും, നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റൂലല്ലോ. ഇത് സവോള കുറച്ച് അരിഞ്ഞിട്ടിട്ട് ഇതിലൊക്കെ നല്ല രസമല്ലേ ദോശ, സാമ്പാർ കറി. അത് അറിയാത്ത ആരെങ്കിലും ആയിരിക്കും ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, ക്ലീറ്റ എന്തെങ്കിലും അറിയുന്ന കാര്യങ്ങള് മണ്ടേ കയറും. വണ്ടി പച്ചക്കറി മേടിച്ചിട്ട് വരാൻ വേണ്ടി മേടിച്ചിട്ടല്ലോ. കേട്ടോ, ഈ വണ്ടി കച്ചവടം എന്ന് പറയണത്, ഈ വണ്ടി കച്ചവടം എന്ന് പറയണതേ നല്ലോണം അറിയാവുന്ന ആളല്ലേ ജമന്തി? ദോശ മതിയാ? ഉച്ചക്കൊന്നും കഴിക്കില്ല, അതായി പ്രശ്നം. അമ്മാവന്റെ സ്കൂട്ടർ കേടായി പോയി. അമ്മാവന് സ്കൂട്ടർ മേടിക്കണം. ക്ലീറ്റോന് വണ്ടി കച്ചവടം ഒക്കെ ഉണ്ടെങ്കിൽ സ്കൂട്ടർ ഒന്നുകൂടെ തന്നെ താമസിക്കുന്നല്ലോ. കനക, നമുക്കൊരു ടൂർ പോയാലോ? ഇപ്പോഴാ നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ടൂർ പോവാൻ നല്ലല്ലോ. അതാ, നമുക്കൊരു ടൂറിന്റെ വണ്ടി മേടിച്ചാലോ? അത് നല്ലല്ല അമ്മാവ? അമ്മേ, ടൂറിന്റെ വണ്ടി എന്താ നിന്റെ അഭിപ്രായം? ജമന്തി പറയും. എന്തുണ്ടെങ്കിൽ രാവിലെ കഴിക്കാൻ
ടൂറിന്റെ വണ്ടീനെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം? എടാ, നല്ല വലിയ ഒരു വണ്ടി. സൂപ്പർ, നല്ല സാമ്പാർടി. ഇപ്പൊ നീ എന്ത് ഉപ്പ് ചേർത്താ അതിനകത്ത്? അത് എന്തോ ചേർത്ത് നീ അല്ലെ? ഇപ്പൊ എത്ര നന്നാവില്ല. എനിക്കൊരു 50,000 രൂപ തരുമോ? നടി വലിയ വണ്ടിയാണ്, ടൂറിന്റെ വലിയ വണ്ടിയാണ്, നല്ല പുതിയ വണ്ടിയാണ്. വെള്ളം കുടിക്കേ. ആ നീ അനഘാ, ഞാൻ ആരോട് ചോദിക്കും? എന്റെ മറ്റേ കൂട്ടുകാരൻ നിനക്കറിയാമോ? മറ്റേ അവിടെ കെട്ടിച്ചിട്ട് അവള് പറയാണ് നിന്റെ വീട്ടുകാരെ പോലെ വീട്ടുകാരൻ, നിനക്ക് ഒരു ആങ്ങളുള്ള പോലെ ഒരു ആങ്ങൾ അവർക്ക് ഉണ്ടായില്ല. ശരി, ഓക്കെ. കേട്ടോ, എന്റെ ആങ്ങളേനെ പോലെ ഒരു ആങ്ങളേനെ കിട്ടാനായിട്ട് ഭാഗ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. തരുമോ? എടാ നല്ല വണ്ടിയെടാ. പിന്നെ എന്താ വെച്ചാൽ ടൂർ പോകുമ്പോ നിനക്ക് ഒറ്റ പൈസ ചെലവാക്കണ്ട. എന്തൊരു ഒത്തൊരുമയുള്ള കുടുംബം അല്ലേ? ഈ ഒരു സന്തോഷം തന്നെയാണ്. എന്തായി തങ്കം? നിറഞ്ഞ് തരും, അവൻ തരും. ഞാനേ അവരൊക്കെ ഒരു മറുപടി കൊടുക്കാതെ ഇങ്ങനെ ഫോണിൽ ഇപ്പൊ വിളിച്ചു പറയുമ്പോ പറയാന്ന് പറഞ്ഞ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അളി കഴിച്ചോ? കഴിച്ചാ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? കഴിക്കളിയാ? നീ കഴിച്ചില്ലെങ്കിൽ ഇവിടെ എനിക്ക് ദോശയും സാമ്പാറൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോ തന്നെ നിറഞ്ഞളിയാ, വയറും മനസ്സൊക്കെ നിറഞ്ഞില്ലേ അമ്മ? കഴിച്ചാ? പറഞ്ഞു തരും. അവനെ പെക്കിള് വന്നു. എനിക്ക് അറിഞ്ഞൂടെ. വെള്ളം കുടിച്ചാളിയാ? മറ്റേ ടൂറിന്റെ നീ എന്നെ കൂടുതൽ കുടിപ്പിക്കണ്ട. എന്താ അങ്ങടെ പരിപാടി? എന്താണ് ഇത്? 1000 എണ്ണം കഴിഞ്ഞമ്മേ, 1000 എണ്ണം കഴിഞ്ഞു. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. എന്താ കാര്യം? അറിയാത്ത പണിയായതുകൊണ്ട്. അറിയാത്ത പണിയാണ് പോകരുത് അല്ലേ വേണ്ടത്? അതാണ്, അറിയാത്ത പണിക്ക് നീ പോവില്ല. നമ്മളീ പറഞ്ഞില്ലേ, അറിയാത്ത പിള്ള ചൊറിയുമ്പോ അല്ലേ അറിയുന്നേ. ചൊറിഞ്ഞ് എന്നിട്ട് അറിയുന്നില്ലല്ലോ. അറിയാ, ഇപ്പൊ അതല്ലല്ലോ. ഇപ്പൊ സംഭവം എന്താണ്? മാറി മറിഞ്ഞല്ലോ. ഇപ്പൊ നമുക്കറിയാവുന്ന കേസാണ് വണ്ടി കച്ചവടം. ഒരു വലിയ വണ്ടി ഈ വീട്ടിന്റെ മുറ്റത്ത് കിടക്കുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ അമ്മ. അവതരണത്തിന്റെ കാര്യം മനസ്സിലായല്ലോ, റൂട്ട് മനസ്സിലായല്ലോ. ആദ്യം വരിക, അതിനുശേഷം വരിക. നാണമുണ്ടോ? നാണമുണ്ടോ? നീ നാണത്തെ കുറിച്ചൊന്നും പറയണ്ട. എന്താ കാര്യം? ഇത് ഔദാര്യമായിട്ടൊന്നും ചോദിച്ചല്ല, കടമായിട്ട് ഒരു 50,000 ചോദിച്ചാൽ അതിനെന്താണ് തെറ്റ്? ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാടി, നടക്കൂലെന്ന് എനിക്കറിയാം. ഇതുപോലെ അന്തസ്സില്ലാത്തൊരു കുടുംബം. അതെ, ഞാൻ ഹവീൽദാറിന്റെ മാനം പോകണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഹവീൽദാറിന്റെ മരുമം വെളിയിൽ ചെന്ന ആൾക്കാരെടുത്ത് കൈ നീട്ടാന്ന് പറഞ്ഞാൽ അതിന്റെ അന്തസ് പോണത് ആർക്കാണ്? ഇവർക്കൊക്കെ തന്നെയാണ്. അപ്പൊ നീ നാണം കെടുത്താ ഇല്ല. നീ നാണം കെടുത്തി എവിടെ അറിയും? ഞാൻ പറയാറുണ്ട് എപ്പോഴും. നീ അവളെ ഇറക്കിക്കൊണ്ടുപോയ കഥയൊന്നും പറയണ്ട. അതുകൊണ്ട് അവളെന്താണ് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. നിന്റെ അടുത്ത് പൈസ ചോദിച്ചുള്ളൂ, നീ കൂടുതൽ ആളാവൊന്നും വേണ്ട. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. എല്ലാരും കൂടി കൊല്ലാറിങ്ങിയിരിക്കാന്. എന്തേ രാവിലെ അയ്യോ കൊഴപ്പണ്ടാ? ഡോക്ടറെ അടുത്ത് പോയാലോ? ഇല്ല, കിടക്കാൻ മാറും. ഈ കൈ ഒന്ന് കഴിച്ചു കൊടുക്ക്. ആ പ്രഷറിന്റെ ഗുളിക കൊടുക്കട്ടാ. 10,000 രൂപ ഞാൻ ടോക്കൺ കൊടുത്തിട്ടുണ്ട്. വണ്ടിയാണെങ്കിൽ അടിപൊളി കണ്ടീഷൻ വണ്ടിയാണ്. എങ്ങനെയുണ്ട് വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു കണ്ടീഷൻ? എൻ്റെ ആളിയാ 4 കരിമ്പുത്തൻ ടയർ. എഞ്ചിനുണ്ടോ? എഞ്ചിനൊക്കെ മാത്രം ഓടൂല. എഞ്ചിനൊക്കെ പക്ക പെർഫെക്റ്റ്. പക്ക ഇതിന് മുമ്പ് ഒരു പക്ക പറഞ്ഞിട്ട് അവസാനം നമ്മളൊരു വണ്ടി പോയി എടുത്തതിന്റെ അംബാസഡറിന്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. എൻ്റെ ആളിയാ അത് ഇതുപോലല്ല. വണ്ടി AC ഉണ്ടല്ലോ. പിന്നെ AC ഉണ്ട്. സെൻട്രൽ AC ആണ്. എടാ പിന്നെ അതുപോട്ട് ഇപ്പൊ ഇന്ന് തന്നെ കൊടുക്കണോ കാശ്? പക്ഷെ എൻ്റെ ആളെ ഇന്ന് തന്നെ കൊടുക്കണം. അവർ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്തു പറയുന്നത്? അതായത് പിന്നെ നിന്റെ പൈസ? എൻ്റെ പൈസ റെഡിയാ. എത്ര? 50? എൻ്റെ 50 റെഡിയാ ഉണ്ട്. നല്ല എൻ്റെ എന്റെ 50 ഓക്കെ ഉണ്ട്. പിന്നെ ഒരു 50ന്റെ കുറവാണ് പറഞ്ഞത് അല്ലേ? അതാരുടെ? അത് അതിന്റെ ഏതാ വീട്? എന്റെ 50ന്റെ. എന്താ വെച്ച് കഴിഞ്ഞാല് പൈസ ഇച്ചിരി വരാനുണ്ടെന്ന് പറഞ്ഞതേ കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ ഇപ്പൊ പ്രളയം വന്നില്ലേ, അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം എല്ലാം ഒരു മാസം നേരെ അങ്ങോട്ട് മറിച്ചു, പെൻഷൻകാർ അവരുടെ കാശെടുത്ത് അങ്ങോട്ട് മറിച്ചു. അങ്ങനെ ഞാൻ ആകെ പെട്ടിരിക്കുവാണെന്നേ. അല്ല എൻ്റെ അളിയ, ഈ സർക്കാർ ഉദ്യോഗസ്ഥർ പൈസ കൊടുത്തതിന് അളിയൻ എന്തോ പ്രശ്നം? എൻ്റെ പൈസയൊക്കെ തരാനുള്ളത് കുറെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് എനിക്ക് വരാനുള്ളതേ. അപ്പൊ അതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതെ അല്ലെ, ഇത് സ്ഥിരമുള്ള പരിപാടി നടക്കൂല.
അളിയൻ്റെ ഉറപ്പിൻ്റെ പുറത്താണ് ഞാൻ 10,000 രൂപ കൊണ്ട് ടോക്കൺ കൊടുത്താൽ ഇന്ന് വണ്ടി എടുത്തില്ല എൻ്റെ പൈസ പോകും. ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നടരാജ ഒന്ന് പറഞ്ഞു കൊടുത്തു. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു 25 രൂപ അളിയനും 25 രൂപ നടരാനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ 50 രൂപ ആവൂലേ? 50 രൂപയ്ക്കോ? ഈ കച്ചവടം നടന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എങ്ങനെയായാലും ഒരു 2.5 രൂപയ്ക്ക് മറിച്ച് വയ്ക്കാം. പക്ഷെ എന്റെ വേറെ കാശില്ലല്ലോ. കാശില്ല. അല്ലേ, ഞങ്ങളുടെ കയ്യിൽ വേറെ പൈസ ഇല്ല. ഇത് തന്നെ വലിയ പാടുപെട്ട് ഒപ്പിച്ച പൈസയാണ്. എന്ത് ചെയ്യും ഇപ്പം? അതിൽ നിന്ന് ഒരു ലാഭം കിട്ടണല്ലേ? നിങ്ങൾക്കെല്ലാം എന്തെങ്കിലും ലാഭം കിട്ടണം, നഷ്ടപ്പെട്ടു പോകൂലേ? ഒരു കച്ചവടം നടക്കണ്ടേ? ഞാനേ അളിയെ ഉറപ്പ് പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. ആ വഴിയുണ്ട്. എന്ത് വഴി? അല്ല, ഞാനേ നടരാനോടൊരു കാര്യം, ഞാൻ ഇങ്ങനെ 2 ദിവസമായിട്ട് ഞാൻ നിന്നെ കാണുമ്പോൾ ഒക്കെ ചോദിക്കാന്ന് വിചാരിച്ചു. എന്താണ്? ഞാൻ ചോദിക്കുന്നുണ്ട്, വേറെ ഒന്നും ഇല്ല, തോന്നില്ല. ഒന്നും തോന്നില്ല. ചോദിച്ചോ, ധൈര്യമായിട്ട് ചോദിച്ചോ. നിന്റെ ഈ മാലയുണ്ടല്ലോ നടരാജ, നിനക്ക് ഒട്ടും ചേരണില്ല കേട്ടോ. എനിക്കെന്തോ അത് കണ്ടിട്ട് ഒരുമാതിരി അയ്യേ. നിനക്ക് ഈ ഇത്രയും കട്ടിക്കുള്ള ചെയ്യുന്നല്ല. ഇല്ല, ഞാൻ കണ്ണാടി നോക്കിയപ്പോ വൃത്തിയായിട്ട് തോന്നിയില്ല. അതാണ് അത്. നമുക്കത് സ്വയം നമുക്കത് നോക്കല്ല, മറ്റുള്ളവർ വിലയിരുത്തണം. നീ കുറച്ച് നൈസ് ചെയിൻ വാങ്ങിച്ചോണം, അതാണ് നല്ലത്. തൽക്കാലം നമുക്കേ ഈ ചെയിനെ നമ്മൾ മെല്ലെ നമ്മുടെ ഈ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഒന്ന് പണയം വെക്കാം. പണയം വെച്ചിട്ട് നമ്മൾ ഈ വണ്ടി മറിച്ച് വിറ്റ് ആ ലാഭം എടുത്ത് മാല എടുക്കുന്നു, നമ്മൾ സംഭവം സോൾവ് ചെയ്യുന്നു. പലിശയൊക്കെ ഞാൻ കൊടുക്കും, നീ കൊടുക്കരുത്. അതൊക്കെ ഞാൻ കൊടുത്തോളാം. 2 ദിവസത്തെ തിരിമറിയ ഉഗ്ര ഐഡിയ അല്ലേ? അത് ശരിയാവില്ല. എന്റെ ഭാര്യ അറിഞ്ഞ ആത്മഹത്യ ചെയ്യും. അതിന് അവളെന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? അവളല്ല, ഞാൻ. അതെ, നീ ഒരു കാര്യം ചെയ്യും, അവൾ അറിയില്ല. അവൾ അറിയാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു തരാം. ഇതുപോലെ ഇരിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഞാൻ നിന്റെ കഴുത്തിൽ അണിയിച്ചു തരും. അത് ഇട്ടുകൊണ്ട് നീ വീട്ടിൽ ചെന്ന് നോക്കുക, അവള് കണ്ടുപിടിക്കില്ല. അവള് നല്ല ഈ ഭൂലോകത്ത് എന്റെ തങ്കം പോലും കണ്ടുപിടിക്കില്ലല്ലോ. അങ്ങനത്തെ ഒരു മാല ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. പക്ഷെ കണ്ടാ ഡ്യൂപ്ലിക്കേറ്റ് തോന്നാൻ പാടില്ല, നല്ല ഒറിജിനൽ പോലെ ഇരിക്കണം. അതൊക്കെ ഒറിജിനൽ ആ മാല ഗോൾഡ്. അതെ, നിന്നെ കണ്ടാ ചില പോലെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു. മാലയിൽ അങ്ങനെ ഒരിക്കലും തോന്നില്ല. അല്ലേ? നമുക്ക് 2 ദിവസത്തേക്ക് ചേട്ടോ വിത്തൗട്ട് ചായ എന്നൊക്കെ കേട്ടാണ്. ഇതെന്താ ചേട്ടാ വിത്തൗട്ട് ജ്യൂസാ? ഇത്രയും മധുരം ഇട്ടൂടെ നിങ്ങൾക്ക്? അത്രയൊക്കെ മധുരമുള്ളൂ ഏട്ടാ. ചേട്ടൻ ആവശ്യമുണ്ടെങ്കിൽ കൂടി. കറണ്ടിനൊക്കെ ചാർജ് കൂടുന്നുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ അതിനെ കൂടെ കുറയ്ക്കണമെന്നില്ല, അതും കൂടെ കൂട്ടിക്കോളെ. ഇത് കഴിച്ചു തീർന്നപ്പോഴായിരുന്നോളാ മധുരമുള്ളെന്ന് മനസ്സിലാ. ആ ഹംസക, ആ ആംബുലൻസാ വീട്ടിലേക്കാണ്. വീട്ടിലേക്ക് ഒരു ആംബുലൻസ് പോയെന്ന്. ഇനി അമ്മക്ക് എന്തെങ്കിലും പറ്റി? ജമന്തി വിളിച്ചിട്ട് എടുക്കുന്നില്ല. ചേട്ടാ കാശ് തരാം കേട്ടോ. വണ്ടി എടുന്നീ ഇടക്ക് കേറി. ഈ ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്. തങ്കം, ജമന്തി അമ്മ പോയി. അയ്യോ അയ്യോ, കനക നിനക്കൊന്ന് പിടിച്ചിടായിരുന്നു എന്നെ. എവിടെ എവിടെ മക്കളെ, അമ്മ എവിടെ? അമ്മ കാണ, അമ്മ എവിടെ? അമ്മ അമ്മാവന്റെ അടുത്തുണ്ട്. നീ എന്തിനാ കരഞ്ഞേ? നിനക്കെന്താ പറ്റിയെന്ന് വിചാരിച്ചിട്ട് നീ എന്തിനാ കരഞ്ഞേ? ആള് ഈ ആംബുലൻസ് ഒക്കെ ബെസ്റ്റ്. അത് ക്ലീറ്റോ മേടിച്ച വണ്ടിയല്ലേ എൻ്റെ പൊന്നെ. ക്ലീറ്റോ വണ്ടി മേടിക്കണ കാര്യം പറഞ്ഞില്ലേ? അതായത് ക്ലീറ്റ് അടിച്ച വണ്ടി നല്ല ലാഭത്തിൽ കിട്ടി, അതുകൊണ്ട് വാങ്ങിച്ചു. ഞാൻ വിചാരിച്ചു ഇല്ലടാ. എന്തോ ഇവിടെ വേണം അട്ടാസമൊക്കെ. എന്തോടെ എൻ്റെ കുറേ നാളത്തെ ചിരകാല അഭിലാഷമുള്ള ഈ കിടക്കണേ. ഇതാണോ നീ പറഞ്ഞ ട്രാവലർ? ഇത് ട്രാവലറാണ്. ഇതാണ് നീ പറഞ്ഞത് രാവിലെ ടൂറിന് പോകണമെന്ന് പറഞ്ഞിട്ട് പൈസ വേണമെന്ന് പറഞ്ഞത്?
അത് ക്ലീറ്റ് എന്നോട് ടൂർ പോണ വണ്ടി മേടിക്കാന്നല്ലേ ക്ലീറ്റ പറഞ്ഞത്? അയ്യോ തങ്കം, നമുക്ക് ഇതിലും ടൂർ പോവാം. പിന്നെ ഇതിൽ ടൂർ പോയാലുള്ള ഗുണം എന്താ അറിയുമോ? ഒരു ട്രാഫിക് സിഗ്നലിലും നമ്മൾ വണ്ടി നിർത്തണ്ട. പിന്നെ മാത്രമല്ല ഈ ഇതൊക്കെ ഇട്ട് പോകുമ്പോഴേ സൈറനൊക്കെ ഇട്ട് പോകുമ്പോൾ 10 ആൾ ശ്രദ്ധിക്കുവേടി. AC ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് പോയിട്ട് ചേട്ടന്മാര് വണ്ടിയാണ് ആൾക്കാർ കൂടിയോണ്ട് നമ്മൾ വന്നത് പ്രശ്നമുണ്ടെന്ന് തോന്നി. കണ്ടോ ഇങ്ങനെ ആളുകൾ ഹംസ എങ്ങനെയാ വിളിച്ചു പറഞ്ഞ അടുത്ത് നിന്റെ വീട്ടിൽ ചവണ്ടി പോയിരിക്കുന്നു അലാറായിട്ട് പോയിരിക്കുന്നു. ആംബുലൻസ് ആകുമ്പോൾ ഇച്ചിരി വെളിയും പോളോ കാണും, അത് അകത്തും കാണും പുറത്തും കാണും. അത് വലിയ സംഭവം ഒന്നും ആയിട്ട് എടുക്കണ്ട. പിന്നെ ശവവണ്ടി എന്നൊക്കെ വിളിച്ച് കളിയാക്കണ്ട. ഇത് മാന്യമായ ഒരു തൊഴിൽ ജീവിക്കുന്ന വണ്ടിയാണ്. നീ മാന്യമായ തൊഴിലിടുന്നുണ്ടെങ്കിൽ നീ മാന്യമായിട്ട് വെളിയിൽ കൊണ്ടിടും. എന്തോ ഇവിടെ ഇടാൻ പറ്റില്ല. ഇത് എന്റെ വീടാണ്. എന്റെ വീടിന്റെ മുറ്റത്ത് ശവവണ്ടി കണ്ട് കണി കണ്ടിറങ്ങാൻ എനിക്ക് വയ്യ. നിന്റെ വീടാ? അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതി. നിന്റെ വീടിന് ഇത് എനിക്കിവിടെ അവകാശപ്പെട്ട എവൾക്കും എനിക്ക് അവകാശപ്പെട്ട വീടാണ്. എടുത്ത് വീടാൻ പറയേണ്ടത് പിന്നെ മര്യാദ എടുത്ത് വിളിക്കാൻ പറ. ഇത് ഞാൻ ഒരു തെണ്ടികളുടെ സഹായം അല്ലാതെ എന്റെ കാശ് മുടക്കി ഞാൻ മാറ്റി എന്റെ സ്വപ്ന വാഹനമാണ് ഇത്. ഇവിടെ തന്നെ കിടക്കും. ഇത് കളിക്കല്ലേ, മാറിയില്ല. ഈ വണ്ടി ഇവിടെ തന്നെ കിടക്കും. ഞാൻ പറഞ്ഞേക്ക്. എന്തിന്? എനിക്കിത് ഇവിടെ കിടക്കുന്ന ഇഷ്ടമല്ല. നിനക്ക് ഇഷ്ടമല്ല, നീ വേറെ എവിടെയും പോയി കിടക്ക്. വണ്ടി ഇവിടെ കിടക്കും. കളിക്കുന്നു. നമ്മള് പൈസ കൊടുത്ത് എടാ നീ നോക്കിയോ, ഈ വണ്ടി ഇന്നും നല്ല നാളെ മറ്റന്നാൾ സ്ഥിരമായിട്ട് ഈ വീട്ടിന്റെ മുറ്റത്ത് തന്നെ കിടക്കൂടാ. കാണാം നമുക്ക്. Alien versus Alien.